Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ എളുപ്പത്തിൽ ചീപ്പ് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പലർക്കും ഇത് അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് നാൾ മുന്നേ വരെ ഞാനിത് ചെയ്തിരുന്നത് സേഫ്റ്റി പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഓരോ ഇതൊന്നും അഴുക്കിളക്കിക്കൊണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് സമയം എടുക്കുന്നതായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, മടിയുമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങനെ എളുപ്പത്തിൽ ഇത് ചെയ്യാമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തവരും ഉണ്ടാവും, അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ചൂടുവെള്ളമാണ്. അപ്പോൾ ചെറിയ ചൂട് മതിയാവും, നമ്മുടെ കൈ മുക്കുമ്പോൾ പൊള്ളാൻ പാടില്ല, ചെറിയൊരു ചൂട് മതിയാവും. അതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഷാമ്പു, തലയിൽ കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഷാമ്പു എടുക്കുക. അതും കുറച്ച് മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ചീപ്പെല്ലാം അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളതിൽ മുക്കി വയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൽ ചീപ്പെടുത്തിട്ട് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് അതിൽ അഴുക്ക് വൃത്തിയാക്കിയെടുക്കാം. അകത്തുനിന്ന് പുറത്തോട്ടെന്നുള്ള രീതിക്ക് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചീപ്പ് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. എത്ര ദിവസം പഴക്കമുള്ള അഴുക്കായാലും നമുക്കിതിൽ നിന്ന് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അതുപോലെ ഞാൻ എല്ലാ ചീപ്പും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാ ചീപ്പും ഇതുപോലെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം പൈപ്പിലെ സാധാരണ വെള്ളം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ച് എടുക്കാം. വീഡിയോ യൂസ്ഫുൾ ആവുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇതിലും എളുപ്പ വഴിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതെന്തായാലും കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും.